ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിംനാനിം. ഇന്ന് ഈ പാക്കിങ്ങൊക്കെ ആക്കി ഞാൻ ദുബായിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി കുറച്ച് പൊടികൾ, ഈ ഡ്രസ്സാണ് ഞാൻ ഇട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉണ്ണിയപ്പം നമുക്ക് അവിടെ കുറേ പേർക്ക് കൊടുക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ആക്കി വെച്ചു. കുളിയെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ദിവസം നല്ലപോലെ ആക്കി തരണേന്നൊക്കെ ആണ് എൻ്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്നത്. കാരണം ടെൻഷനുണ്ട് പോകുന്നതിൽ. അതോടുകൂടി തന്നെ എല്ലാവരെയും വിട്ട് വരുന്നതിൽ വലിയ വിഷമമുണ്ട്. ഇത് നമ്മളുടെ ഉണ്ണിയപ്പം അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയ പെട്ടിയായിരുന്നു ഞാൻ കവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ പുതിയ മെമ്പറാണ് ലിയോ. അപ്പം അവനോടും ബൈ ബൈ പറയണം. ഞങ്ങൾ റെഡിയായി, ഞാനും ചേച്ചിയൊക്കെ റെഡിയായി. അങ്ങനെ ഇന്നത്തെ യാത്ര നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. നേരെ ഇനി ഞങ്ങൾ പോണത് എയർപോർട്ടിലേക്കാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഇവളും കൂടെ കുറച്ച് റീൽസൊക്കെ എടുക്കുക വെച്ചിട്ട് പുറത്തിറങ്ങിയത്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അമ്മ, ചേച്ചി, കൊച്ച്, ചേട്ടൻ, ഇത്ര പേരാണ് എന്നെ ഇവിടെ എയർപോർട്ടിലേക്ക് ആക്കി തരാൻ വരുന്നത്. അങ്ങനെ ഒരു 1/2 hour ട്രാവലുണ്ട് എന്നാണ് തോന്നുന്നത് എയർപോർട്ടിലേക്ക്. ഏകദേശം ആ ഭാഗം എത്താൻ തുടങ്ങി. രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് റഷ് നമ്മളുടെ റോഡിൽ വളരെ കുറവായിരുന്നു. ഫൈനലി നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലാണ് എത്തിയത്. എൻ്റെ അനിയൻകുട്ടന്മാരാണിത്. അപ്പോൾ ഇവരൊക്കെ വിട്ടുവരുന്ന ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മൾ ഇനി പ്രവാസ ജീവിതത്തിലേക്ക് കിടക്കുകയല്ലേ. ഈ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മളുടെ പെട്ടികളൊക്കെ ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി ഒരു സെക്ഷനുണ്ട്. എനിക്ക് തോന്നുന്നു 300 രൂപയാണ് ഒരു പെട്ടിക്ക് വരുന്നതെന്നാണ്. ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുട്ടി ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തു. കാരണം എല്ലാവർക്കും വിഷമമുണ്ട്. കാരണം നമുക്ക് ഇത്രയും കാലം നമ്മൾ കളിച്ചിരിച്ച് നടന്ന് ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ്. അങ്ങനെ എൻ്റെ ചെക്കിൻ ടൈമായി. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞതാ ഇനി ചെക്കിൻ ചെയ്യാൻ പോണ്. എൻ്റെ കയ്യിൽ പാസ്പോർട്ടും അതേപോലെ വിസ കോപ്പി കാര്യങ്ങളും കാണിച്ചിട്ട് വേണം നമ്മൾ ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ ഇതൊക്കെ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഗൈസേ, നമുക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിലുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പം ഫസ്റ്റ് ടൈം വരുന്നവർക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രോസസ്സ് എന്നുള്ളതൊക്കെ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പം ഇങ്ങനത്തെ കുറേ കൗണ്ടേഴ്സ് ഉണ്ടാകും. അപ്പം നമ്മളെ ഫ്ലൈറ്റിൻ്റെ കൗണ്ടറിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കണം. ഇപ്പം ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റാണ്. എനിക്ക് 2 മണിക്കാണ് ഫ്ലൈറ്റ് ടൈം പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിന് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി നമ്മൾ ഈ കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ കാണിച്ചു കൊടുത്താൽ നമുക്കത് അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി. അതേപോലെ തന്നെ നമ്മളുടെ പെട്ടികൾ അവർ ചെക്ക് ചെയ്ത് സീൽ ചെയ്ത് ഇത് നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഇനി കിട്ടുന്നത് ഇത് നമ്മൾ എവിടെയാണോ ഇറങ്ങുന്നത് അവിടുത്തെ എയർപോർട്ടിൽ നിന്നായിരിക്കും നമുക്ക് ഈ പെട്ടികളൊക്കെ തിരിച്ച് കിട്ടുക. അപ്പോൾ ഇത് നമ്മളെ ഹാൻഡ് ബാഗ് മാത്രമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ബാക്കിയുള്ള ലഗേജ് 30 kg ആണ് എനിക്കുണ്ടായിരുന്നത്. ഈ ഒരു ലഗേജ് നമ്മൾ എവിടെയാണോ ഇറങ്ങുന്നത് അവിടെ നിന്ന് നമുക്ക് ഇതെടുക്കാൻ പറ്റും. ഇതാണ് എനിക്ക് കിട്ടിയ ബോർഡിംഗ് ഫ്ലൈറ്റ് നമ്പർ. ഇതിൽ നമ്മളെ ഗേറ്റ് നമ്പർ, സീറ്റ് നമ്പർ, ഗേറ്റ് നമ്പർ 1, പിന്നെ അതേപോലെ തന്നെ സീറ്റ് നമ്പർ 18E ആണ് എനിക്ക് കിട്ടിയത്. ബോർഡിംഗ് ടൈമും കിട്ടിയിട്ടുണ്ട്. 2 മണിയാണ് എൻ്റെ ടൈം. അപ്പോൾ ഇത് നമ്മളുടെ കയ്യിൽ എപ്പോഴും വെച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഒരു ചെക്കിങ് സെക്ഷൻ. ഈ ബോർഡിങ് കിട്ടിയപ്പോൾ എന്നോട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ ടൈം കൊണ്ട് എൻ്റെ അമ്മമ്മയും മാമനും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ ഈ ചെക്കിൻ ചെയ്തപ്പോഴേ അവർ അത് കഴിഞ്ഞതിന് ശേഷം വന്നത്. അപ്പോൾ ഞാൻ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇനി നമ്മൾ ചെക്കിങ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ എമിഗ്രേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആരോ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് 2-3 ഫ്രണ്ട്സിനെ കിട്ടി അവിടെ നിന്ന്. അങ്ങനെ ചെക്കിങ് കഴിഞ്ഞു കേട്ടോ. ചെക്കിങ്ങിന് നമ്മളെ മെറ്റൽ ഐറ്റംസ്, വാച്ച്, ബെൽറ്റ് എല്ലാ കാര്യങ്ങളും അവിടെ ചെക്കിൻ ചെയ്ത് ബാഗും ചെക്കിൻ ചെയ്തിട്ടാണ് നമ്മളെ ഈ ഗേറ്റ് എൻട്രൻസിലോട്ട് കടത്തി വിടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പിന്നെ നമ്മളെ പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്തും അതിനുശേഷം നമ്മളങ്ങോട്ട് കടത്തി വിടും. പിന്നെയുള്ള പ്രോസസ്സൊക്കെ വളരെ സിമ്പിളായിരുന്നു. ഇവിടെ നമ്മൾ വാഷ്റൂമും കാര്യങ്ങളും ഷോപ്പുകളും എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ ഈ ഒരു ഏരിയയിൽ തന്നെ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവർ അനൗൺസ് ചെയ്യും ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പം നമ്മൾ ഗേറ്റിലേക്ക് നമ്മൾ ലൈനപ്പായിട്ട് നിൽക്കണം. ഇപ്പം അതുവരെ നമുക്കൊരു ടൈമുണ്ട്. ആ ടൈം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്.
ഇത് വെയിറ്റിംഗ് സെക്ഷനാണ്. കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്ത് കുറേ അധികം ഷോപ്പുകളും കാര്യങ്ങളും, ചാർജിങ് ബോർഡുണ്ട്, അതേപോലെ തന്നെ വാഷ്റൂം എല്ലാം തന്നെ ഈ വെയിറ്റിംഗ് ഏരിയയിലുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അനൗൺസ്മെൻറ്റ് വരുമ്പോൾ മാത്രം അവർ നമ്മുടെ ഈ ഒരു സീറ്റ് നമ്പർ ഉൾപ്പെടെയാണ് വിളിക്കുന്നത്, 1 to 10. അതേപോലെ തന്നെ സീറ്റ് നമ്പർ വിളിക്കുമ്പോൾ നമുക്ക് ഈ ലൈനപ്പ് ചെയ്ത് അവർ ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ഈ ഗേറ്റിലൂടെയാണ് പിന്നെ നമുക്ക് പോകാനുള്ളത്. അപ്പം എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. ഇവരും ജോബ് സീക്കിംഗ് പ്രോസസ്സിനായിട്ട് ദുബായിലേക്ക് പോകുന്നവരായിരുന്നു. അങ്ങനെ അവരുടെ കൂടെയാണ് ഞാൻ ഇന്ന് യാത്ര. ഇന്നത്തെ യാത്രയൊക്കെ അടിപൊളിയാവട്ടെ. അങ്ങനെ ഗേറ്റ് നമ്പർ 1 നിന്നും ഓരോ നമ്മളെ സീറ്റ് നമ്പർ വേസ് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തരും ലൈനപ്പായി നിൽക്കുന്നുണ്ട്. ഞങ്ങളും ലൈനപ്പായിട്ട് നിന്നു. ഇവർ 25 ആയിരുന്നു കേട്ടോ സീറ്റ് നമ്പർ, എൻ്റേത് 18 ആയിരുന്നു. അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നു. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ ഗേറ്റ് കൂടെ പാസ് ചെയ്തു പോയി. പിന്നെ ഞാൻ പതുക്കെ നടന്നത് ഇങ്ങനത്തെ ഒരു സെക്ഷൻ കൂടെ, നമ്മുടെ ഇൻഡിഗോ ഫ്ലൈറ്റാണ് അവിടെ പാർക്ക് ചെയ്ത് കാണുന്നത്. ഈ ഒരു സെക്ഷനിലേക്ക് ഈ ലൈനിൽ കൂടെ തന്നെ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർ സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ചെക്കിങ് വരുന്നുണ്ട്. നമ്മളുടെ ഹാൻഡ് ബാഗും കാര്യങ്ങളും ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ പാസ്പോർട്ടും ചെക്ക് ഇൻ ചെയ്ത് നമ്മൾ ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പോവുകയാണ്. അങ്ങനെ ഈ കുറേ കാലത്തെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറി യാത്ര ചെയ്യാൻ പോകുന്നത്, അതും ദുബായിലേക്ക്. അങ്ങനെ എല്ലാവരും തന്നെ ബാഗും ലഗേജും ഒക്കെ, നമ്മൾ ഹാൻഡ് ബാഗും ഒക്കെ ഇതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാനുള്ളൊരു സ്പേസും ഉണ്ട്. ആ സ്പേസിലോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ കയറിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബെൽറ്റൊക്കെ നല്ലപോലെ നമുക്ക് കെട്ടേണ്ടതാണ്. അതൊക്കെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. നമുക്ക് നമ്മളുടെ ഇവിടുത്തെ ക്യാബിൻ ക്രൂ തന്നെ ഇതിനെക്കുറിച്ച് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും നമുക്ക് എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്യാബിൻ ക്രൂവിനെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അവരെല്ലാം ക്ലിയർ ചെയ്തും തരുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് സീറ്റ് നമ്പർ. ഈ തൊട്ട് മുകളിലാണ് എഴുതി വെച്ചിരുന്നത് 17E എന്നൊക്കെ കണ്ടില്ലേ. ഇത് വെച്ചിട്ടാണ് നമ്മൾ സീറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ എല്ലാവരും തന്നെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് എല്ലാവരും ഇരുന്ന് തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും നമ്മളെ ക്യാബിൻ ക്രൂ ടീംസ് എല്ലാവരും വന്നിട്ട് കാര്യങ്ങൾ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. പുറകിലോട്ടും ഉണ്ട്. അതേപോലെ തന്നെ ഇനി ഇവരുടെ ഒരു ക്ലാസ് ഉണ്ടാവും. നമ്മൾ എമർജൻസി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അങ്ങനെ അതിനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങളെല്ലാവരും. അങ്ങനെ അവർ നമുക്കൊരു കുട്ടി ക്ലാസ് എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡായിട്ട് കാണിച്ചിട്ടുണ്ട്. കുറച്ച് ടൈം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അത് അവർ വീഡിയോ എടുക്കാൻ എന്നോട് റെസ്ട്രിക്റ്റഡ് ആണെന്നുള്ള കാര്യം അവരെന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത്. ഇനി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസേ. അങ്ങനെ നമ്മളുടെ ദുബായ് യാത്രയിലേക്കുള്ള ഫ്ലൈറ്റ് ടേക്കിംഗ് ടൈമാണ് ഇത്. നെഞ്ചിലൊക്കെ ഇതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഫ്ലൈറ്റ് എങ്ങനെ പറന്നുയർന്നിരിക്കുകയാണ് ആകാശത്തേക്ക്. അങ്ങനെ താഴത്തെ കുറച്ച് വ്യൂസൊക്കെ എനിക്ക് എടുക്കാൻ പറ്റി. ചെറിയൊരു പേടി പോലെയൊക്കെ തോന്നി. പക്ഷേ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലാകുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. അങ്ങനെ 3 ഹവറിലെ യാത്ര കൊണ്ട് നമുക്ക് ദുബായിലേക്ക് എത്താൻ വേണ്ടത്. ഇത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ കുറച്ച് ഭാഗ്യം ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ എടുത്തു വെച്ചാണ്. ഇങ്ങനെ ഫുൾ ഹിൽ സ്റ്റേഷനാണ്. ഇത് ടേബിൾ ടോപ്പ് ലാൻഡിംഗ് ആണ് ആക്ച്വലി വരുന്നത്. അപ്പം ഇത് 3 മണിക്കൂറിന് ശേഷം നമ്മൾ ദുബായിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ പറക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മളുടെ ദുബായിലേക്ക് നമ്മളുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നു. അവിടുന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ നടക്കുകയാണ്. നടക്കുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിടുന്ന് ഒരു മെട്രോ അതിൽ കയറിയിട്ട് വേണം നമ്മളുടെ ലഗേജൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഏടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ മെട്രോ റെയിൽ എന്ന് പറയുന്നത്. ഇതിൽ കയറിയിട്ട് നമ്മൾ നേരെ നമ്മളെ ലഗേജൊക്കെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് യാത്രയാണ്. 3 അവർ ഞാൻ ഫ്ലൈറ്റിൽ നന്നായിട്ട് ഉറങ്ങി. കാരണം വേറെ ഒന്നും നമുക്ക് ഓപ്ഷനില്ല. എൻ്റർടൈൻമെൻറ്റായിട്ട് ഞാൻ ഫിലിമൊന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. നിങ്ങളൊക്കെ ഫിലിം ഡൗൺലോഡ് ചെയ്ത് വെച്ച പാട്ടുകളൊക്കെ നമ്മൾ ഫോണിലാക്കിയിട്ട് നമ്മൾ ഫ്ലൈറ്റിലിരുന്ന് കേൾക്കാൻ പാകത്തിന് പോയാൽ മതി. അങ്ങനെ ലഗേജ് ഞങ്ങളെടുത്ത് എക്സിറ്റിലോട്ട് കിടക്കുകയാണ്. അപ്പം
ഉണ്ണിയേട്ടനെ വെയിറ്റിംഗ് ആണ്. ഉണ്ണിയേട്ടനെ ഇവിടെ ഒന്നും കാണുന്നില്ല. ഫൈനലി ഞങ്ങൾ 2 വർഷത്തിന് ശേഷം കണ്ടു. ഞങ്ങളതാ ഈ എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കണ്ടുമുട്ടിയ കുറച്ച് ഫ്രണ്ട്സും അവരൊക്കെ നമ്മൾ കോണ്ടാക്റ്റൊക്കെ കീപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മളുടെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ അധികം ടൈം നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പെട്ടെന്ന് നമ്മൾ ടാക്സിയോ അങ്ങനെയൊക്കെ വിളിച്ച് നമുക്ക് നമ്മളെ സ്പോട്ടിലോട്ട് എത്താം. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത പോർഷനിലേക്ക് ഞങ്ങൾ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങളെ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ഗൈസേ. അങ്ങനെ നമ്മുടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്, ഞാനും എൻ്റെ ഹസ്ബൻഡും. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോൺ കോളുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാണ്ടായിരുന്നു. എത്തിയ കാര്യങ്ങളൊക്കെ വീട്ടിൽ വിളിച്ച് അറിയിക്കുക, സേഫായിട്ട് എത്തി എന്നുള്ള കാര്യങ്ങൾ അറിയിക്കുക. ഇതാണ് പാർക്കിംഗ് സെക്ഷൻ. ഇവിടുന്ന് നമ്മൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. അതാണ് ദുബായിൻ്റെ ഫസ്റ്റ് വ്യൂ. എൻ്റെ ക്യാമറയിൽ പതിയാൻ പോവുകയാണ് ഗൈസേ. ഇതാണ് നമ്മളുടെ ദുബായിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോസ് കണ്ടിന്യൂ ചെയ്തിരുന്ന് കാണണം. അങ്ങനെ ഈ യാത്ര ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ ഒരു ഭാഗത്തേക്കൊക്കെ എത്തി. അവിടെ ഒരു പാർക്കിങ്ങിന് എന്തോ ഒരു സംഭവം ഉണ്ണിയേട്ടൻ ചെയ്യുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നേരെ റൂമിലേക്ക് കയറി ഫ്രഷപ്പായി ഇനി ഫുഡൊക്കെ കഴിച്ച് 3 അവർ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കാരണം രാവിലെ കഴിച്ചിട്ടില്ലായിരുന്നു. ഇനി ഒരു ബർഗർ ഞങ്ങൾ ഓർഡർ ചെയ്തു. അത് രണ്ടാളും കൂടി ഇരുന്ന് കഴിച്ചു. ഉണ്ണിയേട്ടനും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും കഴിച്ചിട്ടാണ് റൂമിലേക്ക് കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായിട്ട് നേരെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ഫ്രീ സിമ്മാണ് കേട്ടോ. ഫ്രീ സിം അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. കാരണം നമുക്ക് ഞാനും കൂടി ഉണ്ടായിട്ട് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് വേണം വാങ്ങാൻ. അതാണ് ഇതുവരെ വെയിറ്റ് ചെയ്ത് നിന്നത്. അങ്ങനെ എനിക്കും കൂടെ ഇഷ്ടമുള്ള ഐറ്റംസൊക്കെ വാങ്ങി. എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ്, അതേപോലെ തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങി പാക്ക് ചെയ്ത് നേരെ റൂമിലേക്ക് പോകാനുള്ള പരിപാടികളാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ മാളിലെ കാഴ്ചകളും അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടോ? ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഇനി തുടർന്ന് എൻ്റെ വീഡിയോസ് വരുന്നതാണ്. ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. നിമ്ന